സാമൂഹിക സുരക്ഷിതത്വ പെൻഷൻ വാങ്ങുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പെൻഷൻ വാങ്ങുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വാർത്ത ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം സർക്കാർ പുതിയ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണിപ്പോൾ. ഈ പരിശോധനകളിൽ ചില മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്ക് പെൻഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നമസ്കാരം, നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളെ ബാധിക്കാവുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അർഹത സംബന്ധിച്ച് മാനദണ്ഡങ്ങൾ വീണ്ടും പരിശോധിക്കണമെന്ന് ധനവകുപ്പും ചില ഉദ്യോഗസ്ഥരും നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതായത് നിലവിൽ പെൻഷൻ വാങ്ങുന്ന ചിലരുടെ സാമ്പത്തിക സ്ഥിതി, ഭൂമി, കെട്ടിടം, വാഹനം, മറ്റു വരുമാന മാർഗങ്ങൾ തുടങ്ങിയവ വീണ്ടും പരിശോധിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഇത് നടപ്പാക്കിയാൽ എന്ത് സംഭവിക്കും? അർഹതയില്ലെന്ന് കണ്ടെത്തുന്നവരുടെ പെൻഷൻ നിർത്തിവെക്കപ്പെടാം. പുതിയ പരിശോധനകൾ വന്നാൽ പലരും രേഖകൾ ഹാജരാക്കേണ്ട സാഹചര്യമുണ്ടാകാം. അതിനാൽ ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നവർ ഈ വാർത്ത വളരെ ശ്രദ്ധയോടെ കാണേണ്ടതുണ്ട്. ഇപ്പോൾ പലർക്കുമുള്ള വലിയ സംശയം ഇതാണ്: എനിക്ക് പെൻഷൻ തുടരുമോ? വീട്ടിൽ ചെറിയ ഭൂമി ഉണ്ടെങ്കിൽ പ്രശ്നമുണ്ടാകുമോ? വാഹനമുണ്ടെങ്കിൽ അർഹത പോകുമോ? ഇത്തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ ഗുണഭോക്താക്കളുടെ ഇടയിൽ ഉയരുന്നത്. കാരണം മാനദണ്ഡങ്ങൾ കർശനമാക്കിയാൽ നിരവധി പേരുടെ പേരുകൾ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയാണ് ഉയർന്നു വരുന്നത്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം: ഇതുവരെ സർക്കാർ ഔദ്യോഗികമായി ഒരു മാനദണ്ഡങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ ചർച്ചകളും നിർദ്ദേശങ്ങളും മാത്രമാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് വ്യാജ വാർത്തകൾ വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾക്കായി കാത്തിരിക്കുക. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ഈ വിവരങ്ങൾ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും നിർബന്ധമായും ഷെയർ ചെയ്യുക. കാരണം വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എന്തു മാറ്റങ്ങളാണ് ഉണ്ടാൻ പോകുന്നതെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇത്തരത്തിലുള്ള സർക്കാർ ആനുകൂല്യ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.